വളരെ പാടുപെട്ടിട്ടാണ് ശരത്ത് നമ്മളെ കടയിൽ കൊണ്ടുപോയിട്ടൊന്നും വെച്ചാൽ സമ്മതിച്ചില്ല. അപ്പോൾ ശരത്ത് പറഞ്ഞാൽ ഞാൻ വീട്ടിലോട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ്റെ നല്ല മനസ്സുകൊണ്ട് അവൻ വന്നു. ഞാൻ അടുത്ത് നിന്നാൽ ശരിയാവത്തില്ല. അച്ഛൻ ചെയ്ത കട്ടി മീശയൊക്കെയാ നോക്ക്, ഭയങ്കര മീശത്തിന്റെ. ആർസി കുട്ടപ്പനായിട്ട് എനിക്ക് വരുന്നു. പാട്ടൊക്കെ പിന്നെ പാടാം നമുക്ക്. ഇല്ലേ 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 സതീഷ് എങ്ങനെ? സതീഷ് എങ്ങനെ? ആരൊക്കെയാ? പിന്നെ അതെ സായി. അതെ സായി ഇല്ലേ മൂത്തേ? പറയാച്ചാ രണ്ടുപേരും. സാറിന്റെ പേരെന്തുവാ? സാറിന്റെ പേരെന്തുവാ? സാറിന്റെ പേരെന്തുവാ? എന്റെ പേര് രാമചന്ദ്രൻ നായർ. ഓക്കെ, കണ്ടോ ഇൻഷ്യൽ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അച്ഛൻ നല്ല മൂടാണ് കേട്ടോ, അതുകൊണ്ടാണ് എല്ലാം സംഭവിച്ചത്. ഇന്ന് നല്ല ഓർമ്മയായിട്ടൊക്കെ ഇരിക്കും. എന്റെ അണ്ണൻ എന്റെ പേരൊക്കെ പറഞ്ഞു. സതീഷ് ഇളയ മോനെ, സായിയാണ് മൂത്താണ് കേട്ടോ. ചോ നമുക്കിതെല്ലാം മാറ്റണം. ഓക്കെ. ഉച്ചയ്ക്ക് അച്ഛന് ഡാലാണ്, ചപ്പാത്തി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കൂടെ ഡാല് ചീരത്തോരന്. നമ്മുടെ ഡാല് തോറ്റി കഴിഞ്ഞൊക്കെ മല്ലിയില വിട്ടു കൊടുക്കാം. തേങ്ങയുടെ അരപ്പും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്തു. ചീരയുടെ തണ്ടും അതുവരെ കട്ട് ചെയ്തിട്ടുണ്ട്. അത് നല്ല വേവാൻ പാടല്ലേ. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചീരയും കൂടെ ഇതിലിട്ട് കൊടുക്കാം. തേങ്ങ ഇട്ടു, വെളുത്തുള്ളി ഇട്ടു, ചെറിയ ഉള്ളി ഇട്ടു, തണ്ട് ചീര ഇട്ട് കൊടുക്കാം. ഗംഭീര മഴയാണ് കേട്ടോ. എല്ലാം കാട് പിടിച്ച് വൃത്തിയായിരുന്നു. നാട് റെഡിയാക്കിയത് മുമ്പ് കാണാൻ. കുട്ടു സാർ മഴയായിട്ടിരിക്കും ഇവിടെ. ചീരത്തോരൻ റെഡിയായി, ഡാലും റെഡിയായി. ഇവിടെ ഡാലാണ്. അച്ഛന് ഡാല് ഭയങ്കര ഇഷ്ടം. ഡാൽ അച്ഛന് വെച്ച് കൊടുക്കാം. ചീര ഇന്ന് അച്ഛന് നല്ല ഡാലും ചീരത്തോരനും. ഇന്ന് വെജിറ്റബിളാണ് കഴിക്കുന്നത്. ഞാൻ ഇന്ന് എറണാകുളത്ത് പോകും. നാളെ ഞങ്ങളുടെ സീരിയലിൻ്റെ പ്രൊമോഷൻ ഉണ്ടാകും. ഒരു ദിവസമേ ഉള്ളൂ. ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. ട്രെയിനിനകത്ത് പോകും. അപ്പം ഇന്ന് അളിയൻ്റെ അവിടെ താമസിക്കും എറണാകുളത്ത്. അപ്പം വൈഫും മോനും അമ്മയും കൂടെ തിരുവനന്തപുരത്ത് ടിക്കറ്റ് എനിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരും കയറും ട്രെയിനിൽ അവിടെ നിന്ന്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് കൊല്ലത്തുനിന്ന് കയറി അങ്ങ് പോകും. എന്തോ കഴിച്ചോ. അപ്പം ഞങ്ങൾ എന്നിട്ട് നേരെ എറണാകുളത്ത് ചെയ്തിട്ട് നമ്മുടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ ഞാൻ ഷൂട്ടിന് പോകും. ഇവിടെ ബൈജു ഉണ്ട്. ഞാൻ ചോറും ഇതൊക്കെ റെഡിയാക്കി കൊടുത്തിട്ട് ഇറങ്ങാമെന്ന് വെച്ചു. 4:30 തിരുവനന്തപുരത്തും ട്രെയിൻ എടുക്കും. അപ്പം അന്നേരം ഇവിടുന്ന് കൊല്ലത്തൊരു 5:30 ആകുമ്പോൾ എത്തുമായിരിക്കും. കഴിച്ചോട്ടെ. ചോറ് നല്ല ഡാലും ചീരത്തോരനും. ഞാൻ ചപ്പാത്തി ഉണ്ടായിരുന്നു. ചപ്പാത്തി കഴിക്കാന്ന് വെച്ച് ചപ്പാത്തി ഡാലും. ഇന്ന് ശരത്ത് വന്നുകൊണ്ട് കാര്യങ്ങൾ നടന്നു. അച്ഛൻ അവിടെ കടയിൽ പോയി സമ്മതിക്കുന്നത് 3 വട്ടം ഞാൻ കൊണ്ടുപോയതാണ്. അപ്പം ഇന്ന് അവൻ ഇങ്ങോട്ട് വന്നു. വീട്ടിൽ ഇരുന്ന് തന്നെ അച്ഛനെ ഷേവ് ചെയ്ത് കുട്ടപ്പനാക്കില്ലേ? അടേ അടിപൊളിയായില്ലേ? കുട്ടപ്പനായി. കഴിച്ചോട്ട്. ഓ ഭയങ്കര പാട്ട്, ഭയങ്കര മഴയുണ്ട്, പാട്ടുണ്ട്. അച്ഛൻ പാടി മഴ പെയ്യിക്കുന്നു ഇവിടെ.
ചീരയത് കഴിച്ചോട്ടെ. അങ്ങനെ അച്ഛൻ്റെ ഉച്ചക്കലത്തെ ചാപ്പാട് കഴിക്കുകയാണ്. വെജിറ്റേറിയനാണ് ഞങ്ങൾ ഫുള്ള്. ചോറും ഡാലും ചീരത്തോരനും കഴിക്കട്ടോ. ഞാനും ആർസിയുടെ കൂടെ കഴിക്കാൻ പോവുകയാണ്. ഞാൻ ചപ്പാത്തിയും ഡാലും ചീരയും. എന്തോ സാഹിത്യമൊക്കെ സാധ്യത അവിടെ അവിടെ തന്നെ അത് അവിടെ തന്നെയാണ് വിജയം ചെയ്തത്. അച്ഛൻ കഴിക്കട്ടോ. ഞാനും കഴിക്കാം. ഞാനെടുത്ത് വെച്ചു. 5:30 ട്രെയിൻ കൊല്ലത്തെത്തും. അപ്പോഴത്തേക്ക് എനിക്ക് ഇവിടെ ഇറങ്ങണം. അതിനകത്ത് ആളുണ്ട്, അറിയാവുന്നവരുണ്ട്. ഇതിനകത്ത് അറിയാവുന്നവരുണ്ട്. എൻ്റെ വൈഫും പോലും ഒക്കെ ഉണ്ട്. അച്ഛാ എല്ലാവരും ഉണ്ട്. എല്ലാവരും ഉണ്ട്. കഴിച്ചു. എടുത്തു വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ അച്ഛൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അതെല്ലാം കഴിക്കും കേട്ടോ. അവിടെ കഴിക്കുക. ചീരയെല്ലാം കഴിക്കണം. അങ്ങനെ അച്ഛൻ്റെ ഉച്ചഭക്ഷണം കഴിഞ്ഞു. അച്ഛൻ പകുതി കഴിച്ചു. ഓക്കെ അച്ഛാ. ഓക്കെ ഓക്കെ. 5:45 ട്രെയിൻ എത്തി. ഞാനും ആ ട്രെയിനിൽ കയറി. ഞാനും സജിതയും ദീക്ഷിത് മോനും ഒരുമിച്ച് എറണാകുളത്തേക്കുള്ള യാത്ര ആരംഭിച്ചു.